ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. ഒരു മിനി വ്ളോഗാണ്. അവരുടെ ഒരു ഈവനിങ് ടൈം വ്ളോഗാക്കി ചെയ്തിട്ടുണ്ട്. കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ കുട്ടിമണീസ് ഇവിടെ ഉണ്ടേ. അവർ കുറുക്കൊക്കെ കുടിച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുള്ള വരവാണ് കേട്ടോ. ഞാനങ്ങനെ കട്ടിലിൽ കിടത്താറില്ല ഉണർന്നിരിക്കുന്ന സമയത്ത്. ഞാൻ എന്ന് വെച്ചാൽ എല്ലാവരും പറയാറുണ്ട് കമിഴ്ന്ന് വീണ് കഴിഞ്ഞാൽ കട്ടിലിൽ അങ്ങനെ കിടത്തരുത്, തറയിൽ വീഴാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ. അപ്പോൾ ആ ഒരു പേടി ഉള്ളതുകൊണ്ട് അവരെ ഞാൻ എപ്പോഴും ഹോളിൽ ഇങ്ങനെ മെത്തയിട്ടിട്ട് അവിടെ കൊണ്ട് കിടത്താറാണ് പതിവ്. അങ്ങനെ ടോയ്സൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെ കളിച്ചുകൊണ്ടിരുന്നോളും. അവർക്ക് ആളടുത്ത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ആ കാര്യത്തിൽ ഞാൻ വളരെ ലക്കിയാണ് കേട്ടോ. എന്ത് ക്യൂട്ടാണല്ലേ അവരെ ആ ഒരു കളി കാണാനും. നമുക്ക് ടൈം പോകുന്നത് അറിയത്തതേ ഇല്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് അവരെ എൻ്റെ അച്ഛൻ വന്ന് കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഇനി കാണാം. അപ്പോൾ അവരങ്ങനെ ഇരുന്ന് കളിക്കട്ടെ. അവർക്ക് അടുത്ത ഫുഡ് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അവർക്കിപ്പോൾ ഒരു 5:30-6 മണിയോടുകൂടി ഒരു കുറുക്ക് കൊടുക്കുന്നുണ്ട്. അത് ഏത്തക്കായ കൊണ്ടുള്ള കുറുക്കാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെയാണ് അതിൻ്റെ പൊടി റെഡിയാക്കാറുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമുക്കിവിടെ നാടൻ കൊല കിട്ടും, ഏത്തക്കായയുടെ കൊല കിട്ടും. അത് നമ്മൾ ഇതുപോലെ അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുകയാണ്. അത് ഒരുപാട് നാളൊന്നും ഇരിക്കത്തില്ല, ഒരു മാസത്തേക്ക്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറേശ്ശെ എടുത്തിട്ടാണ് ആവശ്യത്തിന് പൊടിച്ച് വയ്ക്കുകയാണ്. ഒരാഴ്ചത്തേക്കൊക്കെ പൊടിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ തയ്യാറാക്കാൻ പോവുകയാണേ. അപ്പോൾ ഒരു പാനിലേക്ക് ഇതുപോലെ രണ്ട് പേർക്കും കൂടെയാണ് ഒരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 ചെറിയ സ്പൂണിൽ ഒരു 4-5 സ്പൂണോളം ഈ പൊടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യും. ഇത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യാതെയാണ് അത് മിക്സ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ചൂടാക്കുമ്പോൾ നല്ലതുപോലെ കട്ട കെട്ടും, അത് കുറുക്കായി വരത്തില്ല. അപ്പോൾ അതിനായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. കാർബോഹൈഡ്രേറ്റ്, മിനറൽസ്, വിറ്റാമിൻസ് ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഏത്തക്കായയിൽ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് കരിപ്പോട്ടിയാണ് കേട്ടോ. കരിപ്പോട്ടി ഇതുപോലെ വെള്ളത്തിൽ, പനങ്കൽക്കണ്ടായാലും മതി, ഇതുപോലെ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇതിനകത്ത് ഈ കുറുക്കിലോട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കുട്ടികൾക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ലോ ഫ്ലെയിമിൽ വെച്ചാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തായിട്ടുള്ള എൻ്റെ ജോലി എന്ന് വെച്ചാൽ അവരുടെ കുറച്ച് ഡ്രസ്സുകൾ മടക്കി വെക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ മേടിച്ച ഷെൽഫാണ് കേട്ടോ, മീഷോയിൽ നിന്നാണ്. നല്ല കംഫർട്ടാണ് കേട്ടോ. അവരുടെ കുട്ടി കുട്ടി ഡ്രസ്സുകൾ വെക്കാൻ അടിപൊളിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് അവരുടെ ഡ്രസ്സൊക്കെ മാറി അവർക്ക് ചന്ദനക്കുറിയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം നിന്ന് നമ്മൾ കളിക്കുവാണ് കേട്ടോ. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, ബൈ.